ഹലോ, 2 വർഷം മുമ്പ് ഈ മാം ഞങ്ങളുടെ അടുത്ത് വരുമ്പോഴുള്ള മുടിയുടെ കണ്ടീഷൻ ഇതായിരുന്നു. തീരെ ഉള്ളു കുറഞ്ഞ് തിന്നായിട്ട് അഴിച്ചിടാനോ കെട്ടിവെക്കാനോ പറ്റാത്ത ചുരുണ്ടേറി പോകുന്ന സ്റ്റേജിലായിരുന്നു. അതുപോലെ മുടി നന്നായി കൊഴിഞ്ഞ് എവിടെ നിന്ന് നോക്കിയാലും സ്കാൽപ്പ് നന്നായിട്ട് കാണുമായിരുന്നു. ചുള്ളിമേ മാറി നമുക്ക് അത്യാവശ്യത്തിനൊരു ഫ്രണ്ട് നമുക്കൊരു നീറ്റായിട്ട് കിട്ടും. അതാണ് എൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രത്യേകത. നമുക്കൊരു അതിൻ്റെ ഒരു ബെനിഫിറ്റ് അതാണ്. ഇപ്പോൾ ഉള്ള നമ്മുടെ ഒരു കിടക്കുന്ന ഒരു ലുക്ക് ഉണ്ടല്ലോ, ആ ഒരു നീറ്റില്ലല്ലോ, അത് മാറും. അല്ല മുടി മാറ്റായിട്ട് തന്നെ നല്ല വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാം, കാണാൻ പറ്റും. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിനൊരു ചേഞ്ച് അറിയാം. ഓരോ മുടിയുടെയും സ്ട്രക്ചറും ഡാമേജസും അനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അവരുടെ മുടിക്ക് എത്രത്തോളം ലെങ്തും തിക്നെസ്സും കിട്ടുന്നത് എന്നതിനെ ആശ്രയിക്കുന്നത്. എങ്കിലും കൊണ്ടുവരുന്നതിനേക്കാൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് ഉണ്ടാവും. ഇത് ഫസ്റ്റ് റീഗ്രോത്ത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെയുള്ള മുടിയുടെ ലുക്കാണ്. അത്യാവശ്യം അഴിച്ചിടാൻ പറ്റുന്ന കണ്ടീഷനിൽ ലെങ്തും തിക്നെസ്സും ആയി കിട്ടി. ഇത് 2 വർഷങ്ങൾക്ക് ശേഷമുള്ള ആളുടെ മുടിയുടെ ഗ്രോത്താണ്. നമ്മൾ എങ്ങനെ മുടി കെയർ ചെയ്യുന്നോ അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് മുടിയായി വരും. ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ കൊഴിച്ചിലും ഡാമേജും ഒക്കെ മാറി നല്ലൊരു ഹെൽത്തി ലുക്കിലേക്ക് വരും. പിന്നെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മുടിയുടെ വളർച്ച. ഇതിന് എന്ത് ഹോം കെയർ വേണമെങ്കിലും ചെയ്യാം. ഓയിലിടാം, താളിയിടാം, മുട്ടവെള്ള പോലുള്ള എല്ലാ നാച്ചുറൽ ഹോം കെയറും ചെയ്യാം. ഷാമ്പൂളും അരിഡാൻഡ്രഫ് ഷാമ്പൂളും മാക്സിമം അവോയ്ഡ് ചെയ്യുക. പണ്ടുള്ളവർ ഷാമ്പൂ പോലുള്ള കെമിക്കലുകൾക്ക് വരെ നാച്ചുറൽ റെമഡിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല കരുത്തുള്ള മുടിയുണ്ടായിരുന്നു. ഇന്നുള്ളവർക്ക് അതിനുള്ള സമയവുമില്ല, അതുകൊണ്ട് അവർക്കൊട്ടും മുടിയുമില്ല.